പ്രിയ സുഹൃത്തുക്കളെ, ഐഡിയയുടെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മളറിയാതെ തന്നെ അവർ റീചാർജ് ചെയ്ത രേഖകൾ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ നമ്പറിലേക്ക് 8,88,515 രൂപയാണ് അവർ റീചാർജ് ചെയ്ത രേഖ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ബലമായി സംശയിക്കുന്നത് അവരുടെ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് എന്നുള്ളതാണ്. ഇതിൽ ഈ നോട്ട് ബാൻ ചെയ്ത ദിവസത്തിന് 8-ാം തീയതിയാണ് നിരോധിച്ചിട്ടുള്ളത്. അതിന് 9-ാം തീയതിയാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് 8,88,515 രൂപ റീചാർജ് ചെയ്തത്. ഇത് സാധാരണ രീതിയിൽ ആർക്കും അറിയപ്പെടാൻ കഴിയില്ല. നമ്മുടെ റീചാർജ് ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഐഡിയ ആണെങ്കിൽ മൈ ഐഡിയ എന്നുള്ള ആപ്ലിക്കേഷനിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടൈം പാസ്വേഡ് വരികയും അതിന് ശേഷം അത് ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും. അങ്ങനെ ആക്റ്റീവായ നമ്മുടെ ഹിസ്റ്ററി അതിൽ നമ്മുടെ ബാലൻസ് വരും, അതുപോലെ റീചാർജ് ഹിസ്റ്ററിയും കാണിക്കും. ആ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിത് അറിയാൻ സാധിക്കുക. അല്ലാതെ മെസ്സേജിലേക്കൊന്നും ഇത് വരുന്നില്ല. ഞാൻ 9-ാം തീയതി വന്ന് റീചാർജ് ഹിസ്റ്ററി ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഇതിനെതിരെ ഞാൻ പോർട്ടൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫിനാൻസ് മിനിസ്റ്റർക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് അയച്ചിട്ടുണ്ട്. അതുപോലെ ഇൻ്റലിജൻസിന് അയച്ചിട്ടുണ്ട്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ അയച്ചിട്ടുണ്ട്, ഐഡിയയുടെ കൊച്ചിയിലെ ബ്രാഞ്ചിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇതുകൊണ്ട് എല്ലാ ആളുകളും ഒന്ന് അവനവൻ്റെ റീചാർജ് ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്താൽ ഇവരുടെ കള്ളത്തരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.